നാടും നഗരവും ഇളക്കിമറിച്ച വടക്കൻ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട പരസ്യപ്രചാരണം പുരോഗമിക്കുന്നു. പരമാവധി പ്രവർത്തകരെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വടകരയിൽ കേന്ദ്രീകൃത കൊട്ടിക്കലാശം ഒഴിവാക്കി. റോഡ് ഷോകളുമായി പ്രചാരണത്തിനിറങ്ങിയ സ്ഥാനാർത്ഥികൾ അവസാന ദിനം പരമാവധി വോട്ടർമാരെ കാണാനുള്ള ശ്രമത്തിലാണ്. മണ്ഡല പര്യടനം പൂർത്തിയാക്കി കോഴിക്കോട്ടെ സ്ഥാനാർത്ഥികൾ വൈകുന്നേരം പാളയത്തെത്തും. മൂന്ന് മുന്നണികളും പാളയം കേന്ദ്രീകരിച്ചായിരിക്കും ആവേശം നിറച്ച് പരസ്യപ്രചാരണം അവസാനിപ്പിക്കുക. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ജനങ്ങൾ മണ്ഡലത്തിലെ ട്രെൻഡ് അതാണ്. നാട്ടിൽ കുറെ നല്ല കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെല്ലാം ആഗ്രഹിക്കുന്ന UDF ഇത്തവണ കോഴിക്കോട് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയത് UDF പ്രവർത്തകർക്ക് ആവേശമായി. കെ സുരേന്ദ്രന് വേണ്ടി അണ്ണാമലയും കൽപ്പറ്റയിലെത്തും. ഏറ്റവും വാശിയേറിയ പ്രചാരണം നടക്കുന്ന വടകരയിലെ കൊട്ടിക്കലാശം തലശ്ശേരിയിൽ നടക്കും. രാഷ്ട്രീയ പാർട്ടികളുമായി പോലീസ് നടത്തിയ ചർച്ചയിലാണ് വടകര കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾ ഉപേക്ഷിച്ചത്. മലപ്പുറത്ത് പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിക്കുമെന്നായിരുന്നു വി വസീഫിന്റെ പ്രതികരണം. എന്നാൽ അത് വെറും സ്വപ്നമാണെന്നായിരുന്നു ET മുഹമ്മദ് ബഷീറിന്റെ മറുപടി. ഒരാൾ വലിയ സ്വപ്നങ്ങൾ നെയ്തെടുത്ത് ജീവിക്കുന്നെങ്കിൽ അവരങ്ങനെ നടക്കട്ടെ എന്നല്ലാതെ അവർക്ക് മറ്റൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആവേശം അതിരുവിടാതിരിക്കാൻ കണ്ണൂർ നഗരത്തിൽ 3 ഇടങ്ങളിലാണ് മുന്നണികൾ കേന്ദ്രീകരിക്കുന്നത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പാലക്കാട്ടെ പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. കാസർകോട്ടെ NDA UDF സ്ഥാനാർത്ഥികളുടെ പര്യടനം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് അവസാനിക്കുമ്പോൾ പയ്യന്നൂരിലാണ് LDF കൊട്ടിക്കലാശം. റിപ്പോർട്ടർ, കോഴിക്കോട്.